ഒരു ഉദ്യോഗസ്ഥന്റെ ദുരൂഹമായ മരണം, ഒപ്പമുയർന്ന ഗുരുതരമായ ആരോപണങ്ങൾ. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ വിയോഗം കേരളീയ പൊതുസമൂഹത്തെ ഞെട്ടിച്ച സംഭവമാണ്. ഒരു യാത്രയപ്പ് യോഗത്തിലുണ്ടായ അപ്രതീക്ഷിത സംഭവവികാസങ്ങൾ എങ്ങനെയാണ് ഒരാളുടെ ജീവൻ അപഹരിക്കുന്നതിലേക്ക് എത്തിയത്? ഈ സംഭവത്തിന് പിന്നിലെ സത്യമെന്ന് അന്വേഷിക്കാൻ CBI എത്തുന്നു. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ നിരന്തരമായ ആവശ്യം പരിഗണിച്ചാണ് UDF സർക്കാരിന്റെ ഈ നിർണായക നടപടി. കേസിൽ CBI അന്വേഷണം വേണമെന്ന അടിയന്തരാവശ്യം ഉന്നയിച്ച് നവീൻ ബാബുവിന്റെ കുടുംബം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ കുടുംബം തങ്ങളുടെ ശക്തമായ അതൃപ്തി മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തു. UDF സർക്കാർ അധികാരമേറ്റ ശേഷം CBIക്ക് വിടുന്ന ആദ്യത്തെ പ്രധാന കേസാണിത് എന്ന പ്രത്യേകതയുമുണ്ട്. നിലവിൽ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച ഈ കേസിൽ PP ദിവ്യയാണ് ഏക പ്രതിയായിട്ടുള്ളത്. സർക്കാരിന്റെ പുതിയ വിജ്ഞാപനം പുറത്തു വരുന്നതോടെ ഇനി CBI ആയിരിക്കും കേസിന്റെ ഭാവി കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുക. അതേസമയം 13 പുതിയ സാക്ഷികളെ കൂടി ഉൾപ്പെടുത്തി നവീൻ ബാബു കേസിൽ പോലീസ് തയ്യാറാക്കിയ തുടരന്വേഷണ റിപ്പോർട്ട് വിചാരണ കോടതിയിൽ സമർപ്പിച്ചു. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയിൽ നൽകിയ പ്രത്യേക ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ ടൗൺ പോലീസ് വിശദമായ തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്നാൽ കേസ് മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോകാനുള്ള നീക്കമാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഇപ്പോൾ നടത്തുന്നതെന്ന് പ്രതിഭാഗം കോടതിയിൽ കുറ്റപ്പെടുത്തി. മുൻപ് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലെ 13 പ്രധാന പിഴവുകൾ അക്കമിട്ട് ചൂണ്ടിക്കാട്ടിയായിരുന്നു തുടരന്വേഷണം വേണമെന്ന ആവശ്യവുമായി മഞ്ജുഷ വിചാരണ കോടതിയെ സമീപിച്ചത്. തുടർന്ന് കഴിഞ്ഞ മെയ് 16-നാണ് ഹർജിയിൽ വ്യക്തമാക്കിയ 4 പ്രധാന കാര്യങ്ങളിൽ അടിയന്തരമായി തുടരന്വേഷണം നടത്താൻ കോടതി പോലീസിന് ഉത്തരവ് നൽകിയത്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നവീൻ ബാബുവിനെതിരെ മുമ്പ് അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്ന പ്രശാന്തന്റെ ബാങ്ക് ഇടപാടുകളെ കുറിച്ച് അന്വേഷണ സംഘം വിപുലമായ പരിശോധന നടത്തി. പ്രശാന്തൻ കൊയ്യം സർവീസ് സഹകരണ ബാങ്കിൽ സ്വർണം പണയം വെച്ച് പണം വായ്പയായി എടുത്തതിന്റെ കൃത്യമായ രേഖകൾ പോലീസ് പുതിയ റിപ്പോർട്ടിനൊപ്പം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇതിന് പുറമെ കേസിൽ ഏറെ നിർണായകമായ ADMന്റെ ക്വാർട്ടേഴ്സിന് സമീപത്തെ CCTV ദൃശ്യങ്ങളുടെ പൂർണ്ണരൂപവും അന്വേഷണ സംഘം വിചാരണ കോടതിക്ക് മുൻപിൽ സമർപ്പിച്ചിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുമോ, അതോ ആരോപണങ്ങൾക്കിടയിൽ സത്യം മൂടപ്പെടുമോ? ഇനി CBI സത്യത്തിലേക്ക് എത്തുമോ? കേരളം കാത്തിരിക്കുകയാണ്.